രാവിലെ പൂക്കളിടാൻ നേരത്ത് വന്ന് നിൽക്കുന്ന ഒരു അതിഥീനെ നോക്ക്. ഹായ്. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ പൂവാണ് ഗൈസ്. നല്ല രസമല്ലേ കാണാനായിട്ട്? അതിൻ്റെ ടെക്സ്ചർ നോക്ക്, നല്ല കളറും. ഇതാണ് നമ്മുടെ ഇന്നത്തെ തട്ടിക്കൂട്ട് പൂക്കളം. കുറച്ച് ഐറ്റംസേ ഉള്ളൂ. ഇതിലിത് മാത്രമാണ്, അല്ല ഇതും ഇവിടുത്തെ പറമ്പിലുണ്ടായതാണ്, തൊട്ടപ്പുറത്തെ പറമ്പിൽ. അപ്പോൾ ഒന്നും പുറത്തുനിന്നും മേടിച്ചിട്ടില്ല, എല്ലാം ഇവിടെ തന്നെയുള്ള പൂക്കളാണ്. ഓക്കെ, ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പുട്ട് പിന്നെ ഗ്രീൻ പീസ് ആണെന്ന് തോന്നുന്നു. ഹായ്, ഞാൻ ഒരു അരമണിക്കൂർ കിടക്കാൻ കിടന്നതാണ്. പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഉറക്കം ശരിയായിട്ടില്ല എന്നുള്ളത്. ഇപ്പം ഒന്ന് ജസ്റ്റ് എഴുന്നേറ്റ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓൺലൈൻ ലിങ്കൊക്കെ കൊടുത്തിട്ട് ക്ലാസ്സിലിരിക്കുകയാണ്. സോ ഇത് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ ട്യൂഷൻ കഴിഞ്ഞ് ലഞ്ചിന് സമയമായി, കഴിച്ചിട്ട് കാണാം. ബൈ. അങ്ങനെ ഞാൻ ബലൂൺ വാങ്ങിച്ചു വന്നു. ബലൂൺ വണ്ടിയുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ട്യൂഷനുണ്ട്. ട്യൂഷൻ 3 മണിക്ക് ഇപ്പോൾ വരും. 3 മണിക്ക് പിള്ളേർ വരും. 3 മണിക്ക് പിള്ളേർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 7:30 വരെ ട്യൂഷനാണ് കണ്ടിന്യൂസ്. അതിനിടയിൽ ഒരു ഹോം ട്യൂഷനും ഉണ്ട്. ഇതിനിടയിലാണ് നമ്മൾ ഒരു സമയം, ഒരു ഹാഫ് ആൻ അവർ സമയം ഉണ്ടാക്കിയിട്ട് നമ്മൾ പോകാൻ പോകുന്നത്. വീട്ടിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് പോകണം, ഇല്ലെങ്കിൽ അത് വളരെ സീനായിരിക്കും. പിള്ളേർ വളരെ സീനാക്കും. അപ്പം എന്തായാലും ട്യൂഷനിലേക്ക് കിടക്കട്ടെ. വാടാ, നീയല്ല എൻ്റെ വ്ളോഗിന്റെ പാർട്ടല്ലാന്ന് പറഞ്ഞത്. വാടാ ഗൈസ്, ഇന്ന് ഋഷാന്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. ഋഷാന്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. ഊതിർപ്പിക്കേ. ആ, ഇന്ന് ആരുടെ ബർത്ത്ഡേയാ? എത്രാമത്തെ ചോദിക്കാൻ പാടില്ല അല്ലേ? ഇപ്പൊ നമ്മുടെ കേക്ക് വരും കേട്ടോ. കേക്ക് വരും. നമ്മുടെ കേക്ക് കിട്ടി ഗൈസ്. ഇവനെന്തിനു ഭയങ്കര ഓവർ ആക്ടിങ്. നമ്മുടെ കേക്ക് കിട്ടി ഗൈസ്. ഋഷാൻ, നമ്മുടെ കേക്ക് കിട്ടി ഗൈസ്. ഏത് പോലത്തെ? ഇത് ഷുഗറും കളറൊക്കെ കുറച്ച് കുറവുള്ള കേക്കാണ്. സോ തുറക്കല്ലേ? ഇതില് വാരിക്കോരി എടുത്ത വശം തന്നെ തിന്നെടുത്തിട്ടോ ഋഷാനെ. തുറക്കാൻ പോവുകയാണ്. നിക്ക് വലിയ ഡെക്കറേറ്റൊന്നുമില്ല. അതൊക്കെ അത് സ്റ്റിക്കറുകളാണ്, നമ്മളാ മറ്റേ ഇത് ചെയ്തിട്ടില്ല. അയ്യേ, ഇത് അല്ലടാ. കണ്ടടാ, അങ്ങനെയൊന്നുമില്ല. രണ്ടും അടിപൊളിയായിരുന്നു. രണ്ടും അടിപൊളിയാണ്. നിന്റെ സ്പൈഡർമാൻ, അവന്റെ ഹൾക്ക്. എടാ, ഇതാടാ നമ്മുടെ കേക്ക്. അതെ, കളറൊക്കെ കുറച്ചിട്ട് നല്ലതിന് വേണ്ടിട്ടാ. ഓക്കെ, ആ, വല്ലാണ്ട് അങ്ങോട്ട് പച്ചയൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇതാവും. യെസ്, ഇഷ്ടപ്പെട്ടാ? അത് കേക്ക് അങ്ങനെയല്ല. ഇന്ന് നമുക്ക് നോക്ക്. ഋഷാൻ ഇവിടെ നിൽക്ക്, ഫോട്ടോ എടുക്ക. കേക്കിന്റെ ഇത് എടുക്കുന്നതിന് മുൻപ് ഫോട്ടോ എടുക്ക. വാ, ഇവിടെ നിക്കടാ. ബാക്കിലേക്ക് നീ നിന്റെ കാർട്ടൂൺ ക്യാരക്ടറിന്റെ കൂടെ ഫോട്ടോ. വികാന വയ്യാണ്ടായിട്ടാ ഗൈസ്. വികാന ആകെ തേഞ്ഞൊട്ടിരിക്കുകയാണ്. അടുത്തോല്ലേ അല്ലേ? അടുത്തോല്ല നെക്സ്റ്റ് ഇയർ. എടാടാ, വാടാ, ഇവിടെ ഇരിക്കും. ഋഷ ഇവിടെ ഇരിക്കേ. അതാ എടാ ഗൈസ്, ഇതാണ് നമ്മുടെ ഋഷാന്റെ കേക്ക് ഗൈസ്. എടാ, ഇവിടെ വന്ന് എന്തൊക്കെ കാണിക്കണം നീ? മതി, ഇവിടെ വന്നിക്ക്. ഫോട്ടോ എടുക്കട്ടെ. ഇരിക്കെ. നീ ഇങ്ങനെ മുട്ടൂത്തിക്ക് മാമരിക്കണ പോലെ ഇരിക്കും. എടുക്കട്ടെ. ഞാൻ എടുക്കട്ടെ. ഹൽക്കിന് എടുക്കട്ടെ.
നിക്ക് ചലഞ്ച് പതുക്കെ 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 നിക്ക് ഓക്കെ. അത് കഴുകണടാ അതിൽ ഇടാ. ശരി, ഹാപ്പി ബർത്ത്ഡേ അവര് തന്നിട്ടാ. ഹാപ്പി ബർത്ത്ഡേ ഹൾക്ക് പറഞ്ഞിട്ടാ. ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, അതിന് നമുക്ക് ഇത് കഴിക്കാൻ പറ്റുന്നതാണോ? അത് ആണോ? എനിക്കറിയില്ല. അത് നോക്കാം. അത് വെച്ചു. ഓ, മിഠായി വേണമെന്നില്ല കേട്ടോ. മിഠായി കത്തിയോടെ കത്തി മറ്റേ കത്തി ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ അത് കമോൺ ഗൈസ്, കമോൺ. ഫാൻ ഇട്ടോ, ഫാൻ കൂടെ. ആ യെസ്, വാടാ മുറിക്കടാ ഋഷ മുറിക്കടാ. വാടാ വാടാ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ റിഷാനു, ഹാപ്പി ബർത്ത്ഡേ ടു യു, മേ ഗോഡ് ബ്ലെസ് യു, മേ ഗോഡ് ബ്ലെസ് യു. പാടാ, ട്യൂൺ മറന്നുപോയി ഞാൻ. എന്ത് പാടും, അവർക്ക് തിന്നാൻ മാത്രല്ല അല്ലേ? എന്നൊക്കെ എല്ലാവർക്കും അങ്ങോട്ട് കൊടുക്കോ ഒരു പീസ് ആദ്യം. ഓക്കെ ഓക്കെ. മാമയ്ക്ക് വേണ്ട, മാമയ്ക്ക് ഷുഗർ കട്ടാ. പണിപാളി ഗൈസ്. എടാ ഋഷാൻ ഹൾക്കാണെന്ന്. എന്ത് ചലഞ്ച്? ഒരു ചലഞ്ചില്ല, ഞാൻ പോരാ. നിക്ക് അങ്ങനെയല്ല. നിക്ക്, നിങ്ങൾ ആ കൈ വെച്ചിട്ട് ആ സോഫയും തേക്കല് പിള്ളേരെ. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഋഷാന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. അങ്ങനെയാണോ കട്ടിയാണേ? ആ, അങ്ങനെ എങ്ങനെ വെച്ചാൽ കട്ടി തോക്കും. യെസ്, ഞാൻ അമ്മൂമ്മേനെ വെച്ചൊരു കുക്കറി ഷോ ചെയ്യാം. ഇപ്പൊ ട്രെൻഡ് അതാ. പക്ഷെ നമ്മള് കൃഷി ചെയ്തുണ്ടാക്കിട്ട് വെച്ചാല് മേടിച്ചു പയറ് ആദ്യം ഉണ്ടാക്കി. ഗൈസ്, ഋഷാന് സ്മാർട്ട് വാച്ച് ഗിഫ്റ്റ്. ഇതാരാ? ഓ വെരി ഗുഡ്. ഇത്ര നല്ല ഫ്രണ്ട് എനിക്കുണ്ടായിരുന്നില്ലല്ലോ അവിടെ ചെറുപ്പത്തില്. ടുട്ടുവിന്റെ ബർത്ത്ഡേ എന്നാ കഴിഞ്ഞ? അയ്യോ, അത് നല്ല ഗിഫ്റ്റ്. ആ, അതിന് വെള്ളാക്കിട്ട് അത് കളയും. നോക്കിയാ മര്യാദക്ക് മുഖം കഴിയില്ല. ഇത് കേക്കൊക്കെയാണ്. ആ, 9th സ്റ്റേറ്റ് ബാച്ചിന് മാത്സ് എക്സാം ആണ്. സോ അതിൻ്റെ പ്രിപ്പറേഷനാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഹലോ, അങ്ങനെ ഇന്നത്തെ ട്യൂഷൻ കഴിഞ്ഞു ഒരു ടെമ്പിൾ റൺ പോലെയായിരുന്നു. ടെമ്പിൾ റൺ പോലെ എന്ന് പറയുമ്പോൾ അങ്ങനെ രാവിലെ തന്നെ ഓടി ട്യൂഷൻ എടുക്കുകയായിരുന്നു. തിരിച്ചു വന്നു, വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വന്നു, വീണ്ടും പോയി അടുത്ത ട്യൂഷൻ, ഓൺലൈൻ ട്യൂഷൻ, അങ്ങനെയുള്ള എല്ലാം അങ്ങനെ ഓരോ ഓട്ടപ്രദർശനമായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ തിരിച്ചെത്തിയത്. അപ്പോൾ നാളെ കുറച്ച് പേർക്ക് മാത്സ് പരീക്ഷയാണ്, മറ്റന്നാൾ കെമിസ്ട്രി ഫിസിക്സ് പരീക്ഷയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രഷറിലും ട്യൂഷൻ്റെ ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വളരെ പാടുള്ളൊരു സമയമാണ് ശരിക്കും പറഞ്ഞാൽ. എന്നാലും നമ്മളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. പിള്ളേർ പഠിക്കുമോ എന്നുള്ളതാണ് എനിക്കൊരു ഇത്.
സംഭവം തലേ ദിവസം എടുത്തു കൊടുത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാല് നമ്മള് റിവിഷൻ എന്ന് പറയുന്നത് മുൻപേ നമ്മൾ തുടങ്ങേണ്ടതാണ്. ഇപ്പൊ നമ്മളും ഈ ചെറിയ പ്രായത്തിലൊക്കെ നമ്മൾ തലേ ദിവസം 2 ദിവസം മുന്നൊക്കെ പഠിക്കാറുണ്ട്. പക്ഷെ എന്താ പറയാ, ചിലവരൊക്കെ അത് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യും ഓരോ കാര്യങ്ങളും. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർ, ഞാൻ ട്യൂഷൻ എടുക്കുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് കാലങ്ങളായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പറയാണ്. എല്ലാ പിള്ളേരും എന്ന് പറഞ്ഞാൽ ഒരു 60-70% പിള്ളേർക്കും തലേദിവസം കൊണ്ടും 2 ദിവസം കൊണ്ടും ഒന്നാവില്ല. അപ്പോൾ അവരെത്രത്തോളം പഠിക്കുന്നുള്ളതാണ്, അവരുടെ ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ച് അവർക്ക് മാർക്ക് കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. എന്തോ ആയിക്കോട്ടെ. പക്ഷെ നല്ലൊരു തിരക്ക് പിടിച്ച ദിവസമായിരുന്നു ഗൈസ്. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ അതിൻ്റെ ഇടയിൽ ഫുഡ് കഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിവിടെ നേരത്തെ നിങ്ങൾ കണ്ടില്ലേ, ഋഷാന്റെ ബർത്ത്ഡേയുടെ കേക്ക് ഒക്കെ ഉണ്ടായിരുന്നു. കേക്ക് ഞാൻ കഴിച്ചില്ല. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെ ക്രേവിങ് വരും. പക്ഷെ നമ്മളതൊരു വിൽ പവറിൽ നമ്മളിങ്ങനെ നിർത്തി. അപ്പം അത് കഴിച്ചില്ല. ഇന്ന് ഞാൻ ഡിന്നർ എന്ന് പറയുന്നത് വൈകിട്ട് ഞാൻ നേരത്തെ കണ്ട പോലെ ഗ്രീൻ പീസ്, അതേപോലെ തന്നെ പുട്ടുണ്ടായിരുന്നു രാവിലത്തെ, അതാണ് കഴിച്ചത്. വേറെ ഇതൊന്നും കൊടുത്തില്ല. അതിൻ്റെ ഇടയിൽ ഫ്രൂട്ട്സ്, ബനാന വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. ബൈ.